ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 13 മുതൽ 4 അധ്യായം 2 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് പലപ്പോഴും ഇല്ലാത്തവ ഓർത്ത് എത്രമാത്രം സങ്കടമാണ് ഉണ്ടാകാറുള്ളത്. എന്നാലും ഉള്ളവയെ പ്രയോജനപ്പെടുത്തുകയോ അവ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയോ ചെയ്യാറില്ല. ഇനിയും നാം കാണുവാൻ പോകുന്നത് ദൈവം ഭാവിക്ക് വേണ്ട ക്രമീകരണം ചെയ്യുന്നതത്രേ. ഞാൻ 3 അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം, 13 വരെ. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആഹാ, ഇപ്പോൾ കുറ്റം ദൈവത്തിന്റേതായില്ലേ? നീ എന്തിനാണ് ഈ സ്ത്രീയെ തന്നത് എന്നാണ് ഒരു വിധത്തിൽ ആദാം ചോദിക്കുന്നത്. 13 വാക്യം നോക്കിക്കാട്ട്. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ആദാമിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഏറ്റുപറച്ചിലുമില്ല. അവൻ സ്ത്രീയെ കുറ്റപ്പെടുത്തി എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം. പിന്നെയോ അവൻ തന്റെ തെറ്റ് സമ്മതിക്കാനോ അനുദപിക്കാനോ തയ്യാറായില്ല എന്നതാണ് അവന്റെ ഭാഗത്തെ തെറ്റ്. അവൻ പരോക്ഷമായി ദൈവത്തെപ്പോലും കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ ഇതാ തന്റെ കുറ്റം മറ്റുള്ളവരുടെ മേൽ ചാരി രക്ഷപ്പെടുവാനുള്ള ശ്രമം ഈ വ്യക്തികളിൽ നാം കാണുന്നു. ഇതല്ലേ ഇന്നും സംഭവിക്കുന്നത്? മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു. ഇത് നമ്മെ കൂടുതൽ ദോഷത്തിലേക്ക് മാത്രമേ നയിക്കൂ. എല്ലാ കാര്യത്തിനും ഉപാധി പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ പുരോഗമിക്കുക സാധ്യമല്ല. ഭാര്യ പറയുന്നു ഭർത്താവാകുന്നു കുറ്റക്കാരൻ. ഭർത്താവ് പറയുന്നു എല്ലാം അവളുടെ ദോഷം ഒന്നുകൊണ്ട് മാത്രമാകുന്നു എന്ന്. ഭാര്യയുടെ ദോഷമാകുന്നു എന്ന് തെളിയിക്കുവാൻ ആ പാവപ്പെട്ടവളുടെ കുടുംബ പശ്ചാത്തലം പോലും ചികഞ്ഞെടുക്കുന്ന ഭർത്താക്കന്മാരെ കണ്ടിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, താങ്കളുടെ തെറ്റ് സമ്മതിക്കുവാൻ താങ്കൾ തയ്യാറാണോ? നമുക്ക് മറ്റുള്ളവരെ തിരുത്തുവാൻ സാധിക്കുന്നതിലുപരി നമ്മെയാകുന്നു നന്നാക്കുവാൻ കഴിയുന്നത്. ഗുണദോഷം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. കുറ്റം പറഞ്ഞാലോ? ഈ മനുഷ്യൻ, അതെ, ദൈവമുണ്ടാക്കിയ ഈ ജീവി ഇപ്പോൾ ഇത് ദൈവത്തിൽ നിന്നും അകന്നുപോയിരിക്കുന്നു. അങ്ങനെ ദൈവം അവനോട് ഇടപെട്ടേ മതിയാകൂ. അവനെ ന്യായം വിധിച്ചേ മതിയാകൂ, കുറ്റപ്പെടുത്തിയേ മതിയാകൂ, ശിക്ഷിച്ചേ മതിയാകൂ. അതാണല്ലോ ദൈവ സ്വഭാവം. 14 വാക്യം നോക്കിക്കാട്ടെ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. നാം ഇന്ന് ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു ഇഴജന്തു അല്ലായിരുന്നു പാമ്പ്. ആരംഭത്തിൽ അവൻ വ്യത്യസ്തനായിരുന്നു. ഇപ്പോൾ ഇതാ ദൈവം അവനെ ശപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലും. ദൈവം സാത്താന്റെ മേൽ വലിയ ഒരു ശാപം വെച്ചു. അത് മനുഷ്യന്റെ മേലും വളരെ വലിയ ഉദ്ദേശം ഇട്ടുകൊണ്ടുള്ളതാണ്. അടുത്ത വാക്യം എല്ലാവരും മനഃപ്പാഠമാക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കട്ടെ. നിശ്ചയമായും നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമത്രേ 15 വാക്യത്തിൽ നാം കാണുന്നത്. മശിഹ അല്ലെങ്കിൽ ലോകരക്ഷകൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ആദ്യത്തെ പ്രവചനമത്രേ ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിന്റെ 15 വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഞാൻ നിനക്കും, അതായത് സാത്താനും, സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും എന്ന് ദൈവം പറയുന്നു. അവൻ, അതായത് ക്രിസ്തു, നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. നമുക്കിവിടെ നൽകിയിരിക്കുന്നത് അതിമഹത്തായ ഒരു പ്രസ്താവനയത്രേ. ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചിന്ത അന്തിമ വിജയമല്ല, പിന്നെയോ നിരന്തരമായുള്ള പോരാട്ടമാകുന്നു. നന്മയും തിന്മയും തമ്മിൽ നീണ്ട ഒരു പോരാട്ടമുണ്ടെന്ന വസ്തുത ഈ വാക്യം വെളിപ്പെടുത്തുന്നു. ബാക്കിയുള്ള തിരുവചനത്തിലും താങ്കൾ കാണുന്നത് ഇതുതന്നെയാണ്. തന്റെ സമയത്ത് ഈ പോരാട്ടത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനൊരു പ്രസ്താവന നടത്തി.
നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കുലപാതകൻ ആയിരുന്നു. അവനിൽ സത്യം ഇല്ലായ്ക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. പിശാച് സാത്താനാകുന്നു. ദൈവമക്കളും സാത്താന്റെ മക്കളും തമ്മിൽ ഒരു വ്യത്യാസം കർത്താവായ യേശുക്രിസ്തു ഉണ്ടാക്കി. ഈ പോരാട്ടത്തെക്കുറിച്ച് യോഹന്നാൻ വീണ്ടും സൂചിപ്പിക്കുന്നത് 1 യോഹന്നാൻ 3:10 ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അങ്ങനെ ഒരു സത്യം നമ്മുടെ മുൻപിൽ വിളിച്ചറിയിക്കപ്പെടുന്നതെന്തെന്നാൽ ഒരു വ്യത്യാസമുണ്ട്, ഒരു പോരാട്ടം. ഇതാ ഇവിടെ ലോകത്തിൽ 2 സന്തതികൾ. അന്തിമമായ വിജയം ഉണ്ടെന്നുള്ളത് സത്യമാണ്. എന്നാൽ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ പോരാട്ടം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. എല്ലാ മനുഷ്യനും പരീക്ഷയെ നേരിടേണ്ടതുണ്ട്, തന്റെ പോരാട്ടത്തിൽ ജയിക്കേണ്ടതുമാണ്. ക്രിസ്തു അവതരിക്കുന്നതിനു മുൻപ് വിശ്വാസത്താലുള്ള അനുസരണത്താലായിരുന്നു വിജയം. ക്രിസ്തു വന്നതിന് ശേഷം നാം വിശ്വാസത്താൽ നമ്മെ തന്നെ ക്രിസ്തുവുമായി താതാത്മ്യപ്പെടുത്തണം. രക്ഷിക്കപ്പെടുക എന്നാൽ എന്താകുന്നു അർത്ഥമാക്കുന്നത്? അതിന്റെ അർത്ഥം ക്രിസ്തുവിൽ ആയിത്തീരുക എന്നത്രേ. എന്നിൽ വസിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞല്ലോ. സൃഷ്ടിപ്പിന്റെ 3 ക്രമങ്ങളിൽ ഒന്നത്രേ മനുഷ്യൻ. ദൂതന്മാർ, മനുഷ്യൻ, മൃഗങ്ങൾ. മൃഗങ്ങൾക്ക് തെരഞ്ഞെടുക്കുവാനുള്ള പ്രത്യേക കഴിവില്ല. എന്നാൽ മനുഷ്യർക്കും ദൂതന്മാർക്കും അതിനുള്ള കഴിവുണ്ട്. ഇവിടെ ഇതാ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പ്. അവനൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ തന്നെ അവൻ പിടിക്കപ്പെട്ടു. അവന്റെ തിരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദി അവനല്ലാതെ പിന്നെ ആരാകുന്നു? അവളുടെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. മനുഷ്യന്റെ സന്തതി എന്നിവിടെ പറഞ്ഞിട്ടില്ല. ക്രിസ്തുവിന്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തിന്റെ ഒരു ചെറിയ സൂചന നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനുഷ്യനെ തിരക്കി ആ തോട്ടത്തിലേക്ക് ദൈവം ചെന്നപ്പോൾ അവൻ ചോദിച്ചത്, നീ എവിടെയാകുന്നു എന്നത്രേ. ദൈവത്തെ തേടിയുള്ള മനുഷ്യന്റെ ഓട്ടത്തിന്റെ കഥയാണ് ഏതൊരു മതത്തിന്റെയും സമാഹാരം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, എന്നാൽ ദൈവം അതിനെക്കുറിച്ച് പറയുന്നത് അപ്രകാരമല്ല. അതായിരിക്കുന്നതുപോലെ നമുക്ക് പറയാം, ചിന്തിക്കാം. ദൈവം മനുഷ്യനെ തേടുന്നതാണ് രക്ഷ. ദൈവം മനുഷ്യനെ തേടുന്നതാണ് രക്ഷ. മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഓടിപ്പോകുന്നു. എന്നിട്ട് ദൈവം അവനെ വിളിച്ചു, നീ എവിടെയാകുന്നു? ഒരു ഭക്തൻ ഇപ്രകാരം പറയുകയുണ്ടായി, പാപത്തെ അവഗണിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയാത്തത് ദൈവനീതിയുടെ വിളികൊണ്ടാണ്. പാപിയെ അനുതാപത്തിലേക്ക് നയിക്കുന്നത് ദൈവിക വ്യസനത്തിന്റെ വിളിയാണ്. പാപത്തിൽ നിന്നുള്ള വിടുതൽ നൽകുന്നത് ദൈവസ്നേഹത്തിന്റെ വിളിയാകുന്നു. ഈ പറഞ്ഞതെല്ലാം നമുക്ക് മുൻപിലുള്ള വാക്യത്തിലുണ്ട്. രക്ഷകന്റെ വരവിന്റെ വാഗ്ദത്തം. മനുഷ്യനു വേണ്ടിയുള്ള ദൈവത്തിന്റെ അന്വേഷണം തിരുവചനത്തിൽ ആദിയോടന്തം ചിത്രീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ പൌലോസ് എഴുതി റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ഒരുത്തൻ പോലുമില്ല. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാകുന്നു എന്ന്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. യോഹന്നാനോട് ചേർന്ന് നമുക്കും പറയാം, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും സ്നേഹിക്കുന്നു. ദൈവം മനുഷ്യനെ തേടി വരുന്നു. അവൻ മനുഷ്യന് രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ നീണ്ടു നിൽക്കുന്ന നിരന്തരമായ ഒരു പോരാട്ടവും ഉണ്ടായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. സ്ത്രീക്ക് നൽകിയ ശിക്ഷ ഇതത്രേ. വേദനയില്ലാതെ, കഷ്ടമില്ലാതെ ഒരു കുട്ടിയെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുവാൻ സാധ്യമല്ല. അത് അതുപോലെ സത്യമായിരിക്കുന്നു എന്നത് രസകരമല്ലേ? മനുഷ്യകുലത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതും സന്തോഷം നിലനിർത്തുന്നതുമായ അതേ സംഗതി കഷ്ടപ്പാടിലൂടെ, വേദനയിലൂടെ വരണം. ഒരു കുട്ടി ഉണ്ടാകുക എന്നത് സന്തോഷകരമായ അവസ്ഥയാണ്.
എന്നാൽ അതിന്റെ പിൻപിൽ ഒരു മാതാവ് അനുഭവിക്കുന്ന വേദന ചിന്തിച്ചു നോക്കുക. ഒരു കുഞ്ഞില്ല എങ്കിൽ അപ്പോൾ അറിയാം ദുഃഖം. മനുഷ്യവർഗം ശാപത്തിലായി. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. മനുഷ്യന്റെ മേൽ വന്ന ശിക്ഷ ഇതത്രേ. 19 വാക്യത്തിൽ നാം വായിക്കുന്നു, നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഇപ്പോൾ മരണം മനുഷ്യന്റെ മേൽ വന്നു. എന്താണ് മരണം? ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെടുന്നതാണ് ശാരീരിക മരണം. സഭാപ്രസംഗി പറയുന്നത്, പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. സഭാപ്രസംഗി 12:7 ഞാൻ വായിച്ചത്. മനുഷ്യൻ ആത്യന്തികമായി ഉത്തരം നൽകേണ്ടത് ദൈവത്തോടാണ്. അവൻ രക്ഷിക്കപ്പെട്ടവനെങ്കിലും അല്ലെങ്കിലും അവൻ ദൈവത്തോടാകുന്നു മറുപടി നൽകുവാൻ പോകുന്നത്. എന്നാൽ തിന്നരുതെന്ന് പറഞ്ഞ പഴം തിന്ന ദിവസം ആദാം ശാരീരികമായി മരിച്ചില്ല. പിന്നീട് 900-ലധികം വർഷം ജീവിച്ചിരുന്നിട്ടാണ് ആദാം മരിച്ചത്. ഇവിടുത്തെ മൊത്തം ചിന്ത ലളിതമായി പറഞ്ഞാൽ ഇപ്രകാരമാകുന്നു: അവൻ അനുസരണക്കേട് കാണിച്ച നിമിഷം തന്നെ ആത്മീകമായി മരിച്ചു. അവൻ ദൈവത്തിൽ നിന്നും വേർപെട്ടു. മരണം എന്നത് വേർപാടാകുന്നു. എഫേസ്യർക്ക് വിശുദ്ധ പൗലോസ് എഴുതുമ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാകുന്നു നിങ്ങളെന്ന്. അവർ ശാരീരികമായി മരിച്ചവരായിരുന്നു എന്നല്ല പൗലോസ് അർത്ഥമാക്കിയത്. പിന്നെയോ ആത്മികമായി മരിച്ച അവസ്ഥ, ദൈവത്തിൽ നിന്നും വേർപെട്ട അവസ്ഥ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്ത ആ മുടിയനായ പുത്രന്റെ ഉപമ കർത്താവ് പറഞ്ഞപ്പോൾ പറഞ്ഞതോർക്കുന്നു. ഓടിപ്പോയ മകൻ തിരികെ വന്നപ്പോൾ ഇടഞ്ഞു നിന്നതായ മൂത്ത മകനോട് പിതാവ് പറയുന്നു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. മരിച്ചവനോ? അതെ, അവൻ മരിച്ചവനായിരുന്നു. ശാരീരികമായിട്ടല്ലായിരുന്നു, എന്നാൽ അവൻ പിതാവിൽ നിന്നും വേർപെട്ടവനായിരുന്നു. പിതാവിൽ നിന്നും വേർപെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചിരിക്കുന്നു എന്നാകുന്നു അതിന്റെ അർത്ഥം. കർത്താവായ യേശു മാർത്തയോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. വീണ്ടും മരണമെന്നാൽ ആത്മീകമായ മരണമാകുന്നു, അതായത് ദൈവത്തിൽ നിന്നും വേർപെട്ട അവസ്ഥ. അവൻ പഴം തിന്ന ആ നിമിഷം തന്നെ മനുഷ്യൻ ആത്മീകമായി മരിച്ചു. അതത്രേ അവൻ ദൈവത്തിൽ നിന്നും ഓടിപ്പോകുവാൻ കാരണം. അതുകൊണ്ടത്രേ അവൻ അത്തിയില കൂട്ടിത്തുന്നി അരയാട ഉണ്ടാക്കുവാൻ ശ്രമിച്ചത്. ദൈവത്തോടുകൂടെ ഉല്ലസിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും വേർപെട്ട് ആത്മീകമായി മരിച്ചു. അവൻ ശാപഗ്രസ്തനായി. 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു, അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. കായീനും ഹാബേലും ഏദൻ തോട്ടത്തിലല്ല ജനിച്ചതെന്ന് ഇതിനർത്ഥമില്ല. എന്നാൽ അവർ മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് ജനിച്ചതെന്നുള്ളത് തീർച്ചയാണ്. 21-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയായ ദൈവം ആദാമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. മൃഗങ്ങളുടെ തോൽ എടുക്കണമെന്നുണ്ടെങ്കിൽ മൃഗത്തെ കൊല്ലണമല്ലോ. ഞാൻ വിശ്വസിക്കുന്നത് യാഗത്തിന്റെ ആരംഭം ഇവിടെയാകുന്നു എന്നത്രേ. അത് ദൈവം മനുഷ്യന് വ്യക്തമാക്കിക്കൊടുത്തു. അവരുടെ അത്തിയില അരയാട ദൈവം തള്ളിക്കളഞ്ഞു. എന്നിട്ട് തോൽ കൊണ്ടുള്ള വസ്ത്രം അവർക്ക് നൽകി. ആദാമും ഹൗവായും ഏദൻ തോട്ടം വിടുമ്പോൾ രക്തം ചൊരിഞ്ഞുള്ള ഒരു യാഗം പിൻപിൽ കണ്ടിരുന്നു. അതിവിശുദ്ധ സ്ഥലത്തെ കൃപാസനത്തിന്മേൽ ദൈവം മോശയെക്കൊണ്ട് ചെയ്യിച്ച അതേ കാര്യമാകുന്നു ഇപ്പോൾ ആദാമും ഹൗവായും തിരിഞ്ഞു നോക്കി കാണുന്നത്.
അതായത് അവിടെ വെച്ചിരിക്കുന്ന രക്തത്തിലേക്ക് 2 കെരൂബുകൾ കുനിഞ്ഞു നോക്കുന്നു. അതത്രേ ദൈവത്തിങ്കിലേക്കുള്ള വഴി. അത്തിയിലയിൽ നിന്നും ദൈവം അവരെ തോൽ ധരിപ്പിച്ചു എന്നതിൽ നിന്നും 4 വലിയ പാഠങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, ദൈവത്തെ സമീപിക്കുവാൻ മനുഷ്യന് തക്കതായ ആവരണം ആവശ്യമത്രേ, തക്കതായ ഉടുപ്പ് ആവശ്യമത്രേ. താങ്കളുടെ നല്ല പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ താങ്കൾക്ക് ദൈവത്തിങ്കിലേക്ക് വരിക സാധ്യമല്ല എന്നിത് തെളിയിക്കുന്നു. താങ്കൾ തന്നെ ഉണ്ടാക്കുന്ന അരയാട, ഉടുപ്പ്, താങ്കളുടെ പാപത്തെ മറയ്ക്കുവാൻ, നഗ്നതയെ മറയ്ക്കുവാൻ താങ്കൾ സ്വന്തം പരിശ്രമത്താൽ ചെയ്യുന്നതൊക്കെ ദൈവം തള്ളിക്കളയുന്നു. താങ്കൾ ആയിരിക്കുന്നത് പോലെ തന്നെ കടന്നു വരേണ്ടതാണ്. പാപി, തെറ്റുകാരൻ. രണ്ടാമതായി, അത്തിയില അംഗീകരിക്കാവുന്നതല്ല. അവ മനുഷ്യനിർമ്മിതമാണ്. മനുഷ്യനിർമ്മിതമായ വസ്ത്രം ദൈവം സ്വീകരിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇടുന്ന ഉടുപ്പ് ദൈവത്തിന് സ്വീകാര്യമല്ല എന്നല്ല. പിന്നെയോ നമ്മുടെ തെറ്റിനെ മറയ്ക്കുവാൻ നാം ഉണ്ടാക്കുന്ന മാർഗങ്ങൾ, സൽക്കർമ്മങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്, ജീവിതത്തിൽ നാം വരുത്തുവാൻ ശ്രമിക്കുന്ന ക്രമീകരണങ്ങൾ, ഇവയൊന്നും സ്വീകാര്യമല്ല. മൂന്നാമതായി, ദൈവം തന്നെ തക്കതായ ആവരണം അഥവാ വസ്ത്രം നൽകേണ്ടതുണ്ട്. നാലാമതായി, കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാത്രമേ ഈ വസ്ത്രം സ്വന്തമാക്കുവാൻ ആർക്കെങ്കിലും കഴിയൂ. തനിക്കും ദൈവകോപത്തിനും മധ്യത്തിൽ മനുഷ്യന് ഒരു പകരക്കാരനെ ആവശ്യമാകുന്നു. ഇന്നും മനുഷ്യൻ പരിഗണിക്കേണ്ട അതിപ്രധാന കാര്യങ്ങളിൽ ഒന്നത്രേ അത്. ദൈവസന്നിധിയിൽ തന്റെ ന്യായമായ സ്ഥാനം എടുക്കുക എന്നതത്രേ ഈ ലോകത്തിൽ മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള കാര്യം. ദൈവസന്നിധിയിൽ തന്റെ ന്യായമായ സ്ഥാനം എടുക്കുക. നാം പാപികളാകുന്നു എന്ന വസ്തുത ദൈവസന്നിധിയിൽ അംഗീകരിക്കുമ്പോഴാണ് രക്ഷ ലഭിക്കുന്നത്. ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ട വിധം നിൽക്കുന്ന അവസരത്തിലാകുന്നു നമുക്ക് രക്ഷ ലഭിക്കുന്നത്. 22 23 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഈ പറഞ്ഞതിനോട് എനിക്ക് പറയുവാനുള്ളത്, മനുഷ്യൻ നിത്യമായി പാപത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിക്കാതിരുന്നതിന് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചെയ്യുവാൻ ഇനിയും അവൻ നമ്മെ അനുവദിക്കില്ല. അതെത്ര വലിയ അനുഗ്രഹമാകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 24 വാക്യം. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ദൈവം ഒരു മാർഗ തടസ്സമുണ്ടാക്കി എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതിന്റെ അർത്ഥം ദൈവത്തെങ്കിലേക്ക് വരുവാൻ ജീവന്റെ മാർഗം മനുഷ്യനു വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് എന്നത്രേ. ഒരു യാഗത്തിലൂടെ രക്ഷയുണ്ടാകണം. മനുഷ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ യാഗരക്തമാകുന്നു അവൻ കണ്ടത്. നഷ്ടപ്പെട്ട മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം, അവന്റെ രക്ഷയ്ക്കായി ദൈവം ഈ വലിയ വഴി തുറന്നു. 4-ാം അധ്യായത്തിൽ നമുക്കത് കുറെ കൂടി വിശദമായി കാണാവുന്നതത്രേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് പാപത്തിന്റെ വേരും 4-ാം അധ്യായത്തിൽ നാം കാണുന്നത് പാപത്തിന്റെ ഫലവുമാകുന്നു. പാപം എത്ര മോശമാകുന്നു! നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നതിനാൽ മനുഷ്യൻ കഷ്ടപ്പെടുക മാത്രമായിരുന്നില്ല എന്നത്രേ ഈ 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ എന്തെല്ലാം വാസ്തവത്തിൽ സംഭവിച്ചു എന്നാകുന്നു. അവന്റെ അവിശ്വാസവും അനുസരണക്കേടും മൂലം അവൻ ദൈവത്തിൽ നിന്നും അകന്ന് തന്റെ മേലും തന്റെ വർഗത്തിന്മേലും ദൈവത്തിന്റെ ന്യായവിധി വരുത്തിവെച്ചു. അതുകൊണ്ട് താങ്കൾക്കും എനിക്കും ആ നഷ്ടപ്പെട്ട സ്വഭാവം തന്നെ ലഭിക്കുകയുണ്ടായി. നമ്മുടെ പിതാവിനുണ്ടായിരുന്ന അതേ സ്വഭാവം നമുക്കുമുണ്ടായി. ആദാം നമുക്കെല്ലാവർക്കും വളരെ മോശമായ ഒരു സ്വഭാവം നൽകി എന്ന് ചുരുക്കം. ആദാമിന്റെയും ഹവ്വായുടെയും 2 മക്കളുടെ അനുഭവത്തിൽ ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ മക്കളുണ്ടായിരുന്നു. എന്നാൽ ഇവർ 2 പേരുടെ മാത്രം രേഖയെ നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചിട്ടുള്ളൂ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു.
കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്ക് ഒരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് വ്യക്തമാക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, തങ്ങളുടെ പ്രശ്നങ്ങൾ നീങ്ങിപ്പോകുമെന്ന് ആദാമും ഹൗവായും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കായീൻ ജനിച്ചപ്പോൾ ഹൗവ പറഞ്ഞു കാണും, ഇതാ, ദൈവത്തിൽ നിന്നും എനിക്ക് ആ സന്തതിയെ ലഭിച്ചു. ദൈവമല്ലേ അരുളി ചെയ്തത്, സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കുമെന്ന്. ഇതാ, ഇവിടെ അവൻ വന്നു. എന്നാൽ കായീനായിരുന്നില്ല ആ വ്യക്തി. അവൻ ഒരിക്കലും ഒരു രക്ഷകനായിരുന്നില്ല. പിന്നെയോ ഒരു കുലപാതകനായിരുന്നു അവൻ. കുറഞ്ഞത് 6000 വർഷങ്ങളായിട്ട് സ്ത്രീയുടെ സന്തതിയും പാമ്പിന്റെ സന്തതിയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ്. 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനും ആയിത്തീർന്നു. നാം കാണുവാൻ ആഗ്രഹിച്ച 2 പേർ ഇവരത്രേ. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് എന്നുള്ള പ്രയോഗം മറ്റ് ഭാഷകളിലേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദിവസങ്ങളുടെ അവസാനത്തിൽ എന്ന അർത്ഥമാകുന്നു വരുന്നത്. ദിവസങ്ങളുടെ അവസാനത്തിൽ. അങ്ങനെ വരുമ്പോൾ അത് ശബത്ത് ദിവസം എന്ന അർത്ഥം വരും. ദൈവം നിവർത്തനായ ദിവസം. കായീൻ കൊണ്ടുവന്നു എന്നതിന്റെ ആശയം ഒരു നിയോഗിക്കപ്പെട്ട സ്ഥലം എന്നതത്രേ. അങ്ങനെ ഒരു ധ്വനി അവിടെ വരുന്നുണ്ട്. നിയോഗിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ആരാധനയ്ക്കായി അവർ ഒരു വഴിപാട് കൊണ്ടുവരുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ, അവർ വെളിപ്പാടിനാലാകുന്നു ഇത് ചെയ്യുന്നത് എന്നത്രേ. അവർ വെളിപ്പാടിനാലാകുന്നു ഇത് ചെയ്യുന്നത്. അങ്ങനെ തന്നെ ആയിരുന്നു എന്നെനിക്കറിയാം. കാരണം എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യവും ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ എങ്ങനെയാണ് ഹാബേലിന് അത് അർപ്പിക്കുവാൻ കഴിഞ്ഞത്? വിശ്വാസം മൂലം മാത്രം. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇതേക്കുറിച്ച് ദൈവം തന്റെ വചനം നൽകിയിരിക്കും എന്നത് ഉറപ്പാണ്. ദൈവം അവർക്ക് അറിവ് നൽകാതെ അവരിൽ നിന്നും ആവശ്യപ്പെടില്ലല്ലോ. അങ്ങനെ ആവശ്യപ്പെടുന്നുവെങ്കിൽ അത് അനീതിയാണല്ലോ. അല്ലെങ്കിൽ ഹാബേലിന് ഒരിക്കലും വിശ്വാസത്താൽ കടന്നുവരുവാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വിശ്വാസത്താലാണല്ലോ അവൻ വന്നത്. അവന്റെ സഹോദരൻ ആ മാർഗത്തിലല്ല വന്നത്. കായീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് കൊണ്ടുവന്നു. നിലത്തെ അനുഭവത്തിന് അല്ലെങ്കിൽ ഫലങ്ങൾക്ക് ഒരു തെറ്റുമില്ല. അവൻ വേണ്ടാത്തതായി കളഞ്ഞതെല്ലാം കൊണ്ടുവന്നു എന്ന് കരുതരുത്. എലികടിച്ചതും ഉപയോഗശൂന്യമായതുമെല്ലാം കായീൻ കൊണ്ടുവന്നു എന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ്. എനിക്ക് തോന്നുന്നു അവൻ കൊണ്ടുവന്നതിന് എവിടെയും സമ്മാനം ലഭിക്കുവാൻ കഴിയുന്നതായിരുന്നു. തന്റെ കൃഷിവകയിൽ നിന്നും ഏറ്റവും മനോഹരവും രുചികരവുമായതെല്ലാം ആകുന്നു കായീൻ കൊണ്ടുവന്നത്. അതെല്ലാം ദൈവത്തിന് വഴിപാടായിട്ടാണ് കായീൻ കൊണ്ടുവന്നത്. പ്രശ്നത്തിന്റെ കാതലായ കാര്യമാകുന്നു നാം മനസ്സിലാക്കേണ്ടത്. ഇന്നും ആരാധനയ്ക്കായി വരുന്ന മനുഷ്യർ ഇതേ അബദ്ധം കാണിച്ചു കൂട്ടുന്നുണ്ട്. തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കൊണ്ടുവരുന്നു. എന്നാൽ ദൈവം നൽകിയതാകുന്നു എന്നുള്ള ബോധത്തോട് കൊണ്ടുവരുമ്പോൾ മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കൂ എന്ന് മറക്കരുത്. ദൈവസന്നിധിയിൽ പൂർണ്ണമായ സമർപ്പണമാകുന്നു ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിങ്കൽ നിന്നും പ്രാപിച്ച് ദൈവത്തിനു വേണ്ടി നൽകുവാൻ സാധിക്കുമോ? അതിനായി പ്രാർത്ഥനയോടെ ജീവിതത്തെ സമർപ്പിക്കൂ. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ജീവസന്ദേശം 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 ജീവസന്ദേശം